നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരി സ്റ്റൈലിലൊരു ദം ബിരിയാണിയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വട കോലം റൈസാണ്. അപ്പോൾ ചിക്കനൊക്കെ ഓൾറെഡി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ 600 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അതിനായി 3 സവാള ഞാൻ എടുത്തു. സവാളയിൽ ഒരു സവാള നന്നായി ഫ്രൈ ചെയ്തിട്ട് എടുത്തു, ബിസ്ത ഉണ്ടാക്കി. ബാക്കിയുള്ള സവാള നന്നായി വഴറ്റി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റല്ല ചതച്ചതിട്ട് നന്നായി വഴറ്റി അതിലേക്ക് തക്കാളി 3 തക്കാളിയാണ് എടുത്തത്. തക്കാളി ഇട്ട് നന്നായി വഴറ്റി കറിവേപ്പില, അതുപോലെ തന്നെ തൈര് 2 സ്പൂൺ തൈര്, പിന്നെ മല്ലിയില, പുതിനയില ഇട്ട് നന്നായി വഴറ്റി അതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കനാണ് ഇടുന്നത്. ഞാൻ ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, തലേ ദിവസം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തൈര്, ഉപ്പ്, അത്രയേ ഉള്ളൂ. അതെല്ലാം കൂടി ഇട്ട് നന്നായി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വേവിക്കുക. അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വേവിക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക, എന്നിട്ടാണ് വേവിക്കേണ്ടത്. അതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് ബിസ്ത ഇടുക. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, മല്ലിയില, കറിവേപ്പില, പിന്നെ 2 സ്പൂൺ നെയ്യും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല കിട്ടും. എന്നിട്ട് പിന്നെ നമുക്ക് റൈസാണ് ഉണ്ടാക്കേണ്ടത്. റൈസ് സാധാരണത്തെ പോലെ തന്നെയാണ് കേട്ടോ, നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അതിലേക്ക് കുറച്ച് 1 സ്പൂൺ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടണം. പിന്നെ നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം കൂടി ദമ്മ് ചെയ്യുക. ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ഇട്ട് അതിൻ്റെ മുകളിലേക്ക് മല്ലിയില, പുതിനയില, നമ്മൾ സാധാരണ ദം ചെയ്യണ പോലെ തന്നെ ചെയ്യുക. പിന്നെ ടിപ്പായിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി നല്ലൊരു റൈസ് നന്നായി ഒരു സോഫ്റ്റ്നെസ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല സോഫ്റ്റും ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഏകദേശം ഒരു 5 to 10 മിനിറ്റ് ഞാൻ കവർ ചെയ്തിട്ട് നന്നായി ദമ്മ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം ഒരു 20 മിനിറ്റ്സ് ഞാൻ റെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ബിരിയാണി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, ഒന്നും പറയാൻ